അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഏറെ കൗതുകമുണർത്തുന്ന ഒരു ഫത്വയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സലഫി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ബിദ്അത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഏറ്റവും കൗതുകകരമായൊരു ഫത്വ, ജിലേബി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഇഷ്ടമുള്ള മധുരമുള്ള ഒരു പലഹാരമാണ്. പക്ഷെ ഇത് കഴിക്കുന്നത് റമദാൻ മാസത്തിൽ കടുത്ത നിഷിദ്ധമാണ്, അതൊക്കെ ബിദ്അത്താണ് എന്ന ഒരു സലഫി പണ്ഡിതന്റെ ഫത്വയാണ് ഏറെ കൗതുകകരമായിരിക്കുന്നത്. അൾജീരിയയിലെ മുഹമ്മദ് അലി അൽ ഫർഖൂസ് എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ, അദ്ദേഹം സൗദി അറേബ്യയിൽ മരണപ്പെട്ടു പോയ സലഫികളുടെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്ന ഈ അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, അദ്ദേഹത്തിന്റെ ശിഷ്യന് കൂടെയാണ് ഇദ്ദേഹം. അൾജീരിയയിലെ സലഫി മൂവ്മെന്റുകളുടെ മുന്നിൽ നിൽക്കുന്ന വലിയ പ്രമുഖനായ പണ്ഡിതനാണ്. ഒരുപാട് രചനകൾ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സലഫി വഹാബി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തൊരു വ്യക്തിയാണ്. അൾജീരിയയിൽ ഇദ്ദേഹത്തിന്റെ ഫത്വ വലിയ വിവാദമായി പത്രങ്ങളൊക്കെ ഇത് ഔട്ട് ചെയ്യുകയുണ്ടായി. കാരണം റമദാൻ മാസത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ സമൂസയും അതുപോലുള്ള പലഹാരങ്ങളൊക്കെ വളരെ സുലഭമായി ലഭിക്കുകയും വൈകുന്നേരമാകുന്ന സമയത്ത് കടകളിലൊക്കെ അത് ലഭിക്കും. കാരണം റമദാൻ മാസത്തിൽ സമൂസ തിന്നൽ സുന്നത്താണ് എന്നൊരു വിശ്വാസമൊന്നും ആർക്കും ഉള്ളത് കൊണ്ടല്ല. പക്ഷെ റമദാൻ മാസത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂസ ഉണ്ടാക്കുന്നത് എന്ന ഒരു സംശയമാണ് സലഫി കുതിച്ചത്. പക്ഷെ റമദാൻ മാസത്തിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു ജിലേബി ഉണ്ടാക്കുന്നത്, ഈ മധുരപലഹാരം ഉണ്ടാക്കുന്നത് എന്നതാണ് ഇദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനെ ജിലേബി റമദാൻ മാസത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് കടുത്ത ബിദ്അത്താണ്. കാരണം റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ പ്രത്യേകമായി എന്തിനാണ് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു വലിയ അത്ഭുതമായി കാണേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ വഹാബികളും ഇതിൽ വ്യത്യസ്തരൊന്നും അല്ല. കാരണം ബറാഅത്ത് രാവിൻ്റെയോ അല്ലെങ്കിൽ മീറാജിൻ്റെ രാവിലൊക്കെ നമ്മൾ മധുരം ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചും ബിദ്അത്ത് ഖുറാഫാത്ത് എന്ന് തന്നെയാണ് വഹാബികൾ പറയാറുള്ളത്. പക്ഷേ ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെക്കുറിച്ച് കാര്യഗൗരവത്തോടെ അത് പഠിക്കുകയും ചിന്തിക്കുകയും എന്താണ് ആ വിഷയത്തിൽ ഇത് ചെയ്യുന്ന ആളുകളുടെ വിശ്വാസമെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഫത്വ അങ്ങ് കാച്ചിക്കളയും. ചുരുങ്ങിയത് ബിദ്അത്ത് മാത്രമേ അവിടുന്ന് ഫത്വയായി വരികയുള്ളൂ. ഏതായിരുന്നാലും ഇയാളുടെ ഈ ഫത്വ പ്രകാരം നമ്മുടെ സലഫികൾ ബറാത്ത് രാവിനും അതുപോലെ മിഅ്റാജിനൊക്കെ മധുരമുണ്ടാക്കുന്നത് ഇവിടെയുള്ള സലഫികളും അതൊക്കെ ബിദ്അത്തും ഖുറാഫാത്തുമാണ് എന്ന് പറഞ്ഞത് പ്രകാരം റമദാൻ മാസത്തിൽ പ്രത്യേകമായി സമൂസ വാങ്ങുന്നതും അതുപോലെ തന്നെ അന്ന് പ്രത്യേകമായി കൊണ്ടുള്ള പൊരികളും ഫ്രൂട്ട്സുകളൊക്കെ പ്രത്യേകം വാങ്ങുന്ന ആളുകൾ നന്നായി ശ്രദ്ധിക്കണം. ഇതൊക്കെ സലഫികളുടെ കാഴ്ചപ്പാടിൽ കടുത്ത ബിദ്അത്തും അനാചാരവും നിങ്ങളൊക്കെ നരകത്തിൽ പോകാനുള്ള കാരണവുമാണ് എന്നാണ് ഇവരുടെ ഈ നിർവചനങ്ങളും ഇവരുടെ ഈ കാഴ്ചപ്പാടുകളും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മതവിധി വരുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ സലഫികളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് പ്രതികരിക്കുക. അപ്പോൾ സലഫികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ മനസ്സിലാക്കുക, നിങ്ങളോട് ബിദ്അത്ത് എന്ന് പറയും, റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ശരി തന്നെയാണ്, ജിലേബി അല്ലെങ്കിൽ കുബൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന സമൂസ റമദാനിൽ ആരും റസൂലുള്ളാഹിയോ സ്വഹാബത്തോ അങ്ങനെ പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ശരിയാണ് സലഫികൾ പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ ഇവരുടെ അടിസ്ഥാനം മുഴുവൻ ഇതുപോലുള്ള പൊള്ളയാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയണം. അപ്പോൾ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബറാത്ത് രാവിനാണെങ്കിലും അതുപോലെ മിഅ്റാജിനാണെങ്കിലും റമദാനിനാണെങ്കിലും ഒക്കെ ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു മധുരം ഉണ്ടാക്കൽ പ്രത്യേകം ഇസ്ലാമിൽ സുന്നത്താണ് എന്ന് വിശ്വസിച്ചാൽ തീർത്തും അത് തെറ്റാണ്. കാരണം ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയലല്ലേ ദീനിനെ കുറിച്ച്, അത് തെറ്റാണെന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷെ അന്നൊരു ദിവസത്തിൽ സന്തോഷത്തിന്റെ പേരിൽ ആരെങ്കിലും പതിവായിട്ടോ അല്ലെങ്കിൽ ഒറ്റയായിട്ടോ മധുരം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അതൊന്നും തെറ്റാവുകയില്ല. കാരണം അതൊക്കെ നാട്ടു നടപ്പുകളും ആദത്തുകളുമാണ്. ആദത്തും ഇബാദത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, ആന ഏതാണ് കുഴിയാന ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരം വഹാബികളുടെ ചതികളിൽ നിങ്ങൾ പെട്ടുപോകരുത്. കാരണം അത് നിങ്ങളുടെ ദീനിനെയും നിങ്ങളുടെ ഈമാനിനെയും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സലഫികൾ നിങ്ങളുടെ ഈ വക്രീകരിക്കപ്പെട്ട ഈ യുക്തി കൊണ്ട് ചിന്തിച്ച് ദീൻ പറയരുതേ എന്ന ഒരു വിനീതമായ അപേക്ഷ മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.